ഹായ് എവരിവൺ, എൻ്റെ പേര് അരുൺ മോഹൻ. ഞാൻ ബ്രില്യൻറ്റിലെ ഒരു കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഫൗണ്ടേഷൻ കോഴ്സുകളുടെ പ്രത്യേകത? ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ആ പേരിനകത്ത് തന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ബേസ് നമ്മൾ കൊടുക്കുകയാണ്. നമുക്കറിയാം, ബേസ് നന്നായെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തും തോറും നമുക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഞാൻ ഒരു കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, അവർ ആ സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, വരുന്നു, അവരതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു, അങ്ങനെ മാത്രം പോകുന്നു. എന്നാലൊരു ഫൗണ്ടേഷനിലുള്ള കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ അവർ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് അവരെന്ത് ചെയ്യും, ചിന്തിക്കാനായിട്ട് തുടങ്ങും. കൂടുതൽ കാര്യങ്ങൾ അവർ അറിയുന്നു. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മൾ പിന്നീട് വളർന്നു വരുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കൂടിക്കൂടി വരുന്നു, അതിൻ്റെ ടഫ്നെസ്സും കൂടിക്കൂടി വരികയാണ്, കോമ്പറ്റീഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേ പറ്റൂ? ഫൗണ്ടേഷൻ കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷനിൽ കയറി വരുന്നൊരു കുട്ടിക്ക് ടൈം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഹയർ ലെവലിൽ കെമിസ്ട്രി പഠിക്കുകയും ആ കെമിസ്ട്രിക്ക് തന്നെ 3 ബ്രാഞ്ചുകളായിട്ട് ഓർഗാനിക് ഉണ്ടെന്നും ഇനോർഗാനിക് ഉണ്ടെന്നും ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ടെന്നും പഠിക്കുകയും അതിൽ കൂടുതൽ കൺസെപ്റ്റുകൾ അവരിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കുട്ടിക്കായിരിക്കും നമ്മുടെ എക്സാമുകൾ വരുമ്പോൾ, മെയിനായിട്ട് നമ്മുടെ JEE പോലുള്ള എക്സാമുകൾ, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, നീറ്റ്, NTSC എക്സാം, അതുപോലുള്ള KVPO എക്സാം, ഇതുപോലുള്ള പല കോമ്പറ്റീവ് എക്സാമുകളിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സ്കൂളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്ത് എക്സാമുകൾ എഴുതണമെന്ന് അറിയില്ലായിരിക്കും, അവർക്ക് സമയം തികയത്തേയില്ല. പക്ഷേ നമ്മളൊരു ഫൗണ്ടേഷനിൽ പഠിച്ചു വരുന്നൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് എക്സാമുകൾ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചും എക്സാമിന് എങ്ങനെ ടൈം കീപ്പ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കും. അവരുടെ തിങ്കിങ് തന്നെ വേറെ ലെവലിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ ഓർഡറിലേ അവർ ചിന്തിക്കുകയുള്ളൂ. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് സ്കൂളിൽ എഴുതി കൊടുത്താൽ അതങ്ങനെ തന്നെ അവർ പഠിച്ചു വെക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ബോർഡ് എക്സാമിന് എഴുതി വെക്കുന്നു. എന്നാൽ അങ്ങനെയല്ല ഫൗണ്ടേഷൻ വരുന്നൊരു കുട്ടികൾ ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ എക്സാമുകൾ എഴുതിക്കൊണ്ടേയിരിക്കും. കൂടുതൽ എക്സാമുകൾ എഴുതുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി എന്നൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഓർഗാനിക്കിനകത്ത് 10ാം ക്ലാസ് വരെയുള്ള നോക്കുമ്പോൾ വെറുതെ കാർബൺ കോമ്പൗണ്ടുകളെക്കുറിച്ചുള്ള സ്റ്റഡികളാണ്, അല്ലെങ്കിൽ മെറ്റലുകളെക്കുറിച്ച് നോൺ മെറ്റലുകളെക്കുറിച്ചും ഒക്കെ ഇനോർഗാനിക്കിനകത്ത് പഠിക്കുന്നു. ഫിസിക്കലിനകത്ത് ചെറിയ മോൾ കൺസെപ്റ്റുകൾ പഠിക്കുന്നു, അങ്ങനെ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഫൗണ്ടേഷനിൽ വരുന്നൊരു കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്ലൈ ചെയ്യാനുള്ള കഴിവ്, പഠിച്ച നോളേജ് അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ നോളേജ് അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ നോളേജ് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ്. വെറുതെ പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യാം? അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷനിൽ കൂടെ തന്നെ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഹയർ ഓർഡറിൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ ഈസി ആയിട്ട് പറ്റും. കെമിസ്ട്രിയിൽ ഈസി ആയിട്ട് പല കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ +1 കയറുന്നതിന് മുമ്പ് ഒരു 10ാം ക്ലാസ് വരെ ഫൗണ്ടേഷനിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ +1 കയറുമ്പോൾ അവരുടെ ലോഡ് ഓവർലോഡ് ആകില്ല. എന്നാൽ നോർമൽ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നൊരു കുട്ടി +1 കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കെമിസ്ട്രി +1ഉം +2ഉം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ +1 ടോപ്പിക്കുകൾ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് പുതിയൊരു കൺസെപ്റ്റുകളാണ് അവിടെ ക്ലിയർ ആയിട്ട് വരുന്നത്. ആ ക്ലിയർ ആകാനുള്ള ബുദ്ധിമുട്ടുകൾ പല കുട്ടികളിലും ഉണ്ടാവും. എന്നാൽ +1 പഠിച്ച് +2 വരുമ്പോഴേക്കും അവർ തന്നെ പറയുന്നുണ്ട് കെമിസ്ട്രി വളരെ ഈസിയാണ്, +1 വെച്ച് നോക്കിയാൽ +2 വളരെ ഈസിയാണ്. അതെന്തുകൊണ്ടാണ്? ആ +1 കയറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പിന് ഒരു ബ്രിഡ്ജായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ആക്ട് ചെയ്യുന്നുവെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എങ്ങനെയൊക്കെ വരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ 3 ബ്രാഞ്ചുകളെക്കുറിച്ച് പോലും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്നു. അതുവഴി അവർ കൂടുതൽ എക്സാമുകൾ എഴുതുന്നു. അതിൽ അവർ കൂടുതൽ തിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ തിങ്കിങ് കപ്പാസിറ്റി ആണെങ്കിലും കോമ്പറ്റീഷൻ
എക്സാം എഴുതുമ്പോൾ അതിലുണ്ടാകുന്ന എഫിഷ്യൻസി ആണെങ്കിലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഫൗണ്ടേഷൻ കോഴ്സുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ പഠിച്ചു വരുന്നൊരു കുട്ടി 10ാം ക്ലാസ്സിൽ നിന്നും +1 ടോപ്പിക്കിലേക്ക് കയറുമ്പോൾ ആ ഒരു പരിഭ്രമം ഉണ്ടാകില്ല. കുട്ടിക്ക് ഇത് ഞാൻ പഠിച്ചതാണല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കറിയാമല്ലോ, ഇതിങ്ങനല്ലേ അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു നോളജ് മനസ്സിൽ വരികയും ചെയ്യും. അപ്പോൾ ക്ലാസ്സുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും, കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് എക്സാമുകൾക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻ എക്സാമിന് ഏറ്റവും ടോപ്പ് സ്കോറിൽ എത്തുക എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോപ്പ് സ്കോറിൽ എത്തണമെന്നുണ്ടെങ്കിൽ 1 ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം, 2 പഠിക്കുന്ന സബ്ജക്റ്റുകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളജുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വെറുതെ നോളജ് ഉണ്ടായാൽ പോരാ, നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ അത് പഠിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാനും അപ്ലൈ ചെയ്യാനും ഏറ്റവും നല്ലത് നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ കൂടെ തന്നെ നമ്മളത് മുന്നോട്ട് പോവുകയാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ നോളജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. നോർമൽ സ്കൂളിൽ പോകുന്ന ഒരാളാണെങ്കിൽ ആ സിലബസിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറയുന്നു, ചിലപ്പോൾ അതുപോലും മുഴുവൻ പഠിക്കേണ്ടി വരുവേല. ഒരു ചെറിയ ടോപ്പിക് എടുത്താൽ ഇപ്പോൾ എക്സാമിനാകുമ്പോഴേക്കും ഇത് ഇന്ന എക്സാമിന് വരുവേ, ബോർഡ് എക്സാമിന് വരുവേ എന്ന് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ അത് മാത്രമേ പഠിക്കുകയുള്ളൂ. എന്നാൽ ഫൗണ്ടേഷൻ വരുമ്പോൾ അങ്ങനെയല്ല. ഫൗണ്ടേഷൻ വരുമ്പോൾ ഡെപ്ത് കൂടുതലാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് കൊണ്ടുചെന്നെങ്കിൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഇതുവരെ പഠിച്ചതൊന്നുമല്ല, ഇനി ഞാൻ പഠിക്കുന്നതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പഠിച്ച് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് എന്ത് കൊടുക്കണം, ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ കയറി വരുന്ന കുട്ടികളാണെങ്കിൽ ടോപ്പ് സ്കോറിലെത്തും. അവർക്ക് ബോർഡ് എക്സാമിനാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, +1 +2 ബോർഡ് എക്സാമുകൾക്ക് നല്ല സ്കോറോടുകൂടി പാസ്സായാൽ പിന്നെ നമുക്ക് എൻട്രൻസ് ലെവലിലേക്ക്, പിന്നെ അടുത്ത എക്സാമുകളിലേക്ക്, JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും അതിനൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ബേസ് തൊട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, കുട്ടികളെ കൂടുതൽ അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളുടെ ഭാവി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുരക്ഷിതമാക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഫൗണ്ടേഷൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ബേസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊടുക്കുക, കുട്ടികൾക്ക് കൂടുതൽ നോളജുകൾ കൊടുക്കുക, അവരെ അവരുടേതായിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, പഠിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ടോപ്പ് ലെവലിലെത്താം. അപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഏത് സമയത്തിനുള്ളിൽ പഠിക്കണം, എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സുകളിൽ കിട്ടും. അപ്പോൾ ചൂസ് ചെയ്യുക ഫൗണ്ടേഷൻ കോഴ്സ്. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.